ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ബിൻസിസ് ഹോം മെയ്ഡ്. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല നാടൻ നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ചില സ്ഥലങ്ങളിൽ ഇതിന് വെളിച്ചെണ്ണപ്പം എന്നും പറയാറുണ്ട്. പൊതുവേ നാടൻ നെയ്യപ്പം എന്നൊക്കെ പറയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നെയ്യപ്പമായിരിക്കും. നെയ്യപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ആ മാവിൻ്റെ കൺസിസ്റ്റൻസിയും അതുപോലെ തന്നെ വറുക്കാൻ എടുക്കുന്ന വെളിച്ചെണ്ണയുടെയോ അല്ലെങ്കിൽ നെയ്യുടെയോ ചൂടും ഒന്ന് കറക്റ്റായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആർക്കും പെർഫെക്റ്റായിട്ട് ഇതുപോലെ നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഒരുപാട് പേർക്കൊക്കെ കഴിക്കാൻ ആഗ്രഹവും ഇഷ്ടമൊക്കെയുള്ള ഒരു പലഹാരം കൂടിയാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിന്ന് നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകി 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് വെള്ളം വാർന്നെടുത്തിട്ടുള്ളതാണ്. അതുപോലെ ഈ നെയ്യപ്പത്തിനുള്ള മാവ് നമ്മൾ ശർക്കരപ്പാനിയിലാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ശർക്കരപ്പാനി റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അതുപോലെ ശർക്കര നന്നായി അലിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ശർക്കര ചീകിയിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഈ ശർക്കര ഒന്ന് അലിഞ്ഞു വരാനായിട്ട് ഞാൻ അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 കപ്പ് പച്ചരിക്ക് ഞാനിപ്പോൾ 4 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് അത്യാവശ്യം മധുരമൊക്കെ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ 5 അച്ച് ശർക്കര വരെ എടുക്കാം കേട്ടോ. ഇപ്പോൾ ശർക്കരയെല്ലാം നന്നായി അലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമ്മൾ അരച്ചെടുക്കാൻ ഉപയോഗിക്കുന്നതിന് മുമ്പേ ഒരു വട്ടം ഒന്ന് അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. എന്നാലും ഈ ശർക്കരയുടെ ഉള്ളിലുള്ള കരടും തരികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഈ ശർക്കരപ്പാനി ഇപ്പോൾ നല്ല ചൂടാണ്, അതുകൊണ്ട് ചൂടോടുകൂടി നമ്മളിത് അരച്ചെടുക്കരുത്. അപ്പോൾ ഇതൊന്ന് ചൂടാറട്ടെ, അതിന് ശേഷം നമുക്ക് പച്ചരിയും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ശർക്കരപ്പാനി നന്നായി ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പച്ചരിയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതുപോലെ ഈ പച്ചരി അരച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ആദ്യം പകുതി ഭാഗം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് മാവൊന്ന് അരച്ച് നോക്കുക. അതിൻ്റെ പാകം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം പിന്നീട് കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എല്ലാ ശർക്കരപ്പാനിയും കൂടി നമ്മൾ ഒന്നിച്ചൊഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മാവ് ഒരുപാട് ലൂസായി പോകും. അതുപോലെ ഞാൻ ഇതിലേക്ക് ഒരു 3 ഏലക്കായുടെ തരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കായുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും. പൊതുവേ നെയ്യപ്പം എന്ന് പറയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നെയ്യപ്പമാണെന്നുണ്ടെങ്കിലും ചിലർക്ക് അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമാവില്ല. അപ്പോൾ ആ നെയ്യപ്പത്തിൻ്റെ ഉൾഭാഗം ചെറിയൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗോതമ്പിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ ആയാലും ഉപയോഗിക്കാം. പക്ഷേ മൈദേനേക്കാളും കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും ഗോതമ്പ് പൊടി ആയിരിക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള നെയ്യപ്പമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് കുറേശ്ശെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പിന്നെ ഇത് അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചെറിയ ചെറിയ തരിയോട് കൂടിയിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. തരിയൊന്നുമില്ലാതെ നല്ല പോലെ അങ്ങോട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞാൻ നെയ്യപ്പത്തിനുള്ള മാവ് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് തൊട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും അതിൽ ചെറിയ ചെറിയ തരിയോട് കൂടിയിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. അതുപോലെ ഈ മാവ് അരച്ചെടുക്കാനായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കരപ്പാനി മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കരപ്പാനിയുടെ അളവ് കറക്റ്റായിരുന്നു. ഇപ്പോൾ ഈ മാവ് കുറച്ച് ലൂസാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അത് നമ്മൾ 8 മണിക്കൂർ നേരത്തേക്ക് ഈ മാവ് ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കും. ആ നേരം കൊണ്ട് മാവ് കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് കിട്ടും കേട്ടോ. നമുക്ക് ഈ ഒരു മാവിൻ്റെ പാകം എന്ന് പറയുന്നത് ഇഡ്ഡലി മാവിനേക്കാൾ കുറച്ചും കൂടി ലൂസായിരിക്കും വേണം. അതുപോലെ ദോശമാവിൻ്റെ അത്രയ്ക്ക് ലൂസാവാനും പാടില്ല. രണ്ടിനും ഇടയിലുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിൻ്റെ പാകം നോക്കിയിട്ട് വേണം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഞാൻ ഈ മാവിലേക്ക് 1 ടേബിൾ സ്പൂണോളം കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യപ്പം ആകുമ്പോൾ നെയ്യുടെ നല്ല ഫ്ലേവർ വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ എന്ത് മധുരപലഹാരം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. സാധാരണ നെയ്യപ്പമൊക്കെ വറുത്തെടുക്കുന്നത് നെയ്യിലാണ്. നെയ്യിൽ വറുത്തെടുക്കുമ്പോഴാണ് അതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷേ നമുക്ക് സാധാരണക്കാർക്കൊക്കെ നെയ്യിൽ വറുത്തെടുക്കുക എന്ന് പറയുമ്പോൾ അത് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കാറുള്ളത് കൂടുതലും. അതുകൊണ്ടാണ് നമ്മളിതിനെ വെളിച്ചെണ്ണപ്പം ഒന്നും കൂടി പറയുന്നത്. ഇനി ഈ മാവ് ഒരു 8 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് മൂടി വയ്ക്കണം. 8 മണിക്കൂർ സമയമില്ലെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഒരു 6 മണിക്കൂറെങ്കിലും മൂടി വയ്ക്കുക. എന്നാലേ ഈ മാവ് നന്നായിട്ട് ഫെർമെൻ്റ് ആയി കിട്ടുള്ളൂ.
ഇപ്പോൾ ഒരു 8 മണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ മാവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ മാവിൻ്റെ പാകത്തിൽ നിന്നും കുറച്ചും കൂടി കട്ടിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ മാവിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി. നിങ്ങൾ മാവൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ അത് വല്ലാണ്ട് ലൂസായി പോയി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അതിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അരിപ്പൊടിയാണ് ചേർക്കണതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണയൊക്കെ ഉണ്ടാക്കുന്ന പോലെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അതല്ല സോഫ്റ്റ് ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിന് അരിപ്പൊടിക്ക് പകരം കുറച്ചും കൂടി 1-2 ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിന്ന് വെളിച്ചെണ്ണയിലാണ് ഇത് വറുത്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വെക്കണം. വല്ലാതെ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതിൽ മാവ് കോരി ഒഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ബ്രൗൺ കളറായി പോകും. ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ കറക്റ്റ് ഒരു ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ചൂടായിരിക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് കുറേശ്ശെ മാവ് കോരി ഒഴിക്കാം. നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന മാവിൻ്റെ പാകം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് വെളിച്ചെണ്ണയിൽ കോരി ഒഴിച്ചതിന് ശേഷം ഒരു 5-10 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും അത് മാവ് വെളിച്ചെണ്ണയുടെ മുകളിലേക്ക് പൊങ്ങി വരും. ഇത് ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുറമേയൊക്കെ നല്ല പെട്ടെന്ന് തന്നെ ബ്രൗൺ കളറായി കിട്ടുന്നുണ്ടെങ്കിലും ഉള്ളിലൊന്നും കറക്റ്റായിട്ട് കുക്കായി കിട്ടില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നെയ്യപ്പം ഇതുപോലെ വെളിച്ചെണ്ണയിൽ കിടന്ന് ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇന്ന് വളരെ ചെറിയ സൈസിലായിട്ടാണ് നെയ്യപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈസിലാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഒരു 10-12 എണ്ണമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന പോലത്തെ കുറച്ചും കൂടി വലിപ്പമുള്ള നെയ്യപ്പമാണ് ഉണ്ടാക്കണതെന്ന് വെച്ചാൽ 1 കപ്പ് പച്ചരി കൊണ്ട് ഒരു 4-5 അല്ലെങ്കിൽ കൂടി വന്നാൽ 6 എണ്ണമൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പച്ചരിയുടെ അളവ് കൂട്ടിയിട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ നെയ്യപ്പം അല്ലെങ്കിൽ വെളിച്ചെണ്ണപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി റെഡിയാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള നെയ്യപ്പമൊക്കെ ഇതുപോലെ നന്നായി വീർത്ത് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മളിത് വറുത്തെടുക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയുടെ ചൂട് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് മാവ് കോരി ഒഴിച്ച് കഴിഞ്ഞാലും അതൊക്കെ പൊട്ടി പോകും കേട്ടോ. അതുകൊണ്ട് വറുത്തെടുക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയുടെ ചൂട് കറക്റ്റ് പാകത്തിലായിരിക്കണം. ഒട്ടും കൂടി പോകാനും പാടില്ല, ചൂട് കുറയാനും പാടില്ല. ഇപ്പോൾ ഈ നെയ്യപ്പത്തിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പിയാണ്. അതുപോലെ നമ്മൾ ഈ മാവിനകത്തേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഉള്ളിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള നെയ്യപ്പമാണ് വേണ്ടതെന്ന് വെച്ചാൽ ഗോതമ്പ് പൊടി ചേർക്കണ്ട, പച്ചരി മാത്രം ചേർത്തിട്ടുണ്ടാക്കിയാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഓണത്തിൻ്റെ തിക്കും തിരക്കൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമല്ലേ, അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. അതുപോലെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെയും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താലേ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.